ഡെലിവറി കഴിഞ്ഞപ്പോൾ ഇവിടെ കണ്ട ഒരു തള്ള ലുക്കായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിഷമം. തള്ള വൈബ് മാത്രമല്ല, ഒരു ഡ്രസ്സും പാകമാകുന്നില്ല, ജീൻസും ടോപ്പൊന്നും ഇടാൻ പറ്റുന്നില്ല, ഫീഡിങ് കുർത്തകൾ മാത്രമേ ഇടാൻ പറ്റുന്നുള്ളൂ. അപ്പൊ നാളെ ഒരു കല്യാണം ഉണ്ട്, ഞങ്ങളൊരു യൂത്ത് വൈബ് പിടിക്കാനായിട്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്താവുമെന്ന് കണ്ടറിയാം. ആമിക്ക് കടയിൽ കയറിയപ്പോൾ തന്നെ ഒരു ഡ്രസ്സ് കിട്ടി. അവൾ ട്രയൽ നോക്കാൻ പോയ സമയത്ത് ഞങ്ങളിങ്ങനെ ഫുൾ ഷോപ്പൊന്ന് കണ്ട് നടക്കുമായിരുന്നു. യോധയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. പിന്നെ ഇവനിങ്ങനെ പിടിക്കുന്നത് അവന് ഭയങ്കര കംഫർട്ടബിൾ ആയതുകൊണ്ടാണ്. ഇവൻ എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൻ പ്രഗ്നൻ്റ് ആയപ്പോൾ ഞങ്ങൾ കറങ്ങി നടന്നുകൊണ്ടായിരിക്കാം. അടുത്ത എനിക്കുള്ള ഡ്രസ്സാണ്. സോ ഇതാണ് ഞങ്ങളുടെ ഒരു ഔട്ട്ഫിറ്റ്. അപ്പം ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. ഇനി നമുക്ക് ചെറിയൊരു റാമ്പ് വാക്ക് ഉണ്ടല്ലോ. ഇടുക്കിയിലൊക്കെ മോഡൽസ് ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് ആമി പറയുന്നത്. അത് പറഞ്ഞപ്പോഴത്തേക്ക് അവൾ പിണങ്ങിപ്പോയി. ഇങ്ങോട്ട് മാറി വേണേ, അല്ലെങ്കിൽ ഇടുക്കിക്കാർക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനെ വേണം നടക്കാൻ. കണ്ട, ഇനി ചെരിഞ്ഞ് നിൽക്കണം, ഇനി വീണ്ടും ഇങ്ങോട്ട് ചെരിഞ്ഞ് നിൽക്കണം. കണ്ട, ഇതാണ് സിമ്പിളാണ്, ഇത്രയുള്ള പരിപാടി. അടുത്ത യോധയുടെ റാമ്പ് വാക്ക് പൊളിയല്ലേ. ഇത് ഞങ്ങളുടെ മൊത്തത്തിലുള്ള ഔട്ട്ലുക്ക്. ഇനി നമുക്ക് റിസപ്ഷന് പോവാം. ലൈറ്റൊക്കെ കണ്ടപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് നിന്നതാണ്. അപ്പോൾ ആൾ ഭയങ്കര സീരിയസ്. എന്നാ ഒന്ന് ചിരിപ്പിച്ചാലോ? ചിരിക്കടാ. മതി നിൻ്റെ റൊമാൻസ് ഒക്കെ പിന്നെ. ഇനി പെണ്ണിനെയും ചെക്കനെയും കാണാം. അടുത്തത് ഫുഡ് അടിയാണ്. സോ ചപ്പാത്തി വന്നു, കപ്പ വന്നു, പിന്നെ അത് കഴിഞ്ഞ് എന്തൊക്കെയൊക്കെയോ വന്നു. അപ്പോഴത്തേക്കും യോധ ഭയങ്കരമായിട്ട് ടയേർഡായി. ഇനി നിന്ന ആൾ കലിപ്പാകും. സോ ബൈ ബൈ.